ഹായ് ഓൾ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇടുന്നത്. എനിക്ക് ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് അമ്മച്ചി എനിക്ക് മൂക്കുത്തിയാണ് കേട്ടോ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതോടെയാണ് എൻ്റെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിന് പുറകെ എനിക്ക് ഡ്രസ്സ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടിയുള്ള ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പ്രാവശ്യം എനിക്ക് വേണ്ട, ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എനിക്ക്. പക്ഷേ വീട്ടിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കലൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോഴേക്കും അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. എപ്പോഴെപ്പോഴും പോകുമ്പോൾ അതിൻ്റെ ത്രില്ലുണ്ടാവില്ലല്ലോ, വല്ലപ്പോഴൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലായിരുന്നു അന്ന്. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മസ്റ്റേർഡ് അല്ലല്ലോ, ബ്രിക്ക് റെഡ് ആയിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും മന്തി, ബിരിയാണി അതിനൊക്കെ ഇതായിട്ട് കുറച്ചൊരു നാടൻ ഫുഡ് ഐറ്റംസ് ആണ് ഞങ്ങൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കപ്പ ബിരിയാണിയും പുട്ടും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതോടെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടോ എൻ്റെ സെലിബ്രേഷൻ. പക്ഷേ ഓഫീസിൽ ചെന്നപ്പോഴേക്കും അവിടെ നിന്നും എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞാണ് അവരെനിക്ക് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവർ മറന്നുപോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അവർ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡബിൾ സർപ്രൈസുകളും സെലിബ്രേഷൻസൊക്കെ ആയിട്ടാണ് എൻ്റെ തീർന്നത്.